നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പൂരപ്രേമികളെ ആനന്ദത്തിലാറാടിച്ച് തൃശൂർ പൂരത്തിന്റെ വിളംബരം നടന്നു. ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡ് താൽക്കാലികമായി ടാർ ചെയ്തു. ഞായറാഴ്ച രാത്രിയിലാണ് ടാറിംഗ് നടത്തിയത്. ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെ 2 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ. വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി പൈലിംഗ് പ്രവൃത്തികൾ തിങ്കളാഴ്ച ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനായി. പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് സ്നേഹത്തോടെ സൗജന്യ ചായ നൽകുന്ന പദ്ധതി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പൂരപ്രേമികളെ ആനന്ദത്തിലാറാടിച്ച് തൃശൂർ പൂരത്തിന്റെ വിളംബരം നടന്നു. ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥന്റെ തെക്കേനട തുറന്നെത്തിയതോടെയാണ് തിങ്കളാഴ്ച പൂരവിളംബരം നടന്നത്. രാവിലെ പെയ്ത മഴയ്ക്കും ശേഷം വന്ന വെയിലിനെയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് മണിക്കൂറുകളോളം തെക്കേ ഗോപുര നടയ്ക്ക് മുൻപിൽ പൂരവിളംബര ചടങ്ങ് കാണാൻ കാത്തുനിന്നത്. ഒടുവിൽ പൂരപ്രേമികളെ ആനന്ദത്തിലാറാടിച്ച് ആ നിമിഷമെത്തി. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക്. നട തുറന്ന് പുറത്തു കടന്ന കൊമ്പൻ 3 വട്ടം തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം നൽകിയതോടെ മുഴങ്ങിക്കേട്ടത് ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളികളായിരുന്നു. നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയിരുന്നത്. ഇത് 4ാം തവണയാണ് ശിവകുമാർ പൂരവിളംബര ദൌത്യം നിർവഹിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച ഇരുവിഭാഗങ്ങളുടെയും ചമയ പ്രദർശനങ്ങൾ കാണാനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും പാറമേക്കാവിന്റേത് അഗ്രശാലയിലുമാണ് പുരോഗമിക്കുന്നത്. നാളെയാണ് പൂരങ്ങളുടെ പൂരം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡ് താൽക്കാലികമായി ടാർ ചെയ്തു. ഞായറാഴ്ച രാത്രിയിലാണ് ടാറിംഗ് നടത്തിയത്. കളക്ടർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ NHAI നടപടി തുടങ്ങിയതിന്റെ ഭാഗമായാണ് ടാറിംഗും നടത്തിയത്. പൊളിഞ്ഞ ടാറിംഗിൽ വാഹനങ്ങളുടെ യാത്രാവേഗം കുറയുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയിരുന്നു. യാത്രക്കാരും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിച്ചിട്ടും NHAI പ്രശ്നം പരിഹരിക്കാതെ നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയായിരുന്നു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് തങ്ങളുടെ വിഷയമല്ലെന്ന നിലപാടെടുത്തതോടെയാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ടോൾ പിരിവ് നിർത്തിവെച്ച് ഉത്തരവിട്ടത്. ഇതോടെയാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ NHAI തയ്യാറായത്. ആമ്പല്ലൂരിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കൂടുതൽ ഭാഗം പ്രവേശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച പകൽ വലിയ ഗതാഗതക്കുരുക്കായിരുന്നു. ഇനി ഗതാഗതക്കുരുക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെ 2 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ. പ്രതിയുടെ അനുജന്റെ വീടിനു നേരെയും ആക്രമണം നടന്നിരുന്നു. ഉത്സവാഘോഷത്തിനിടെ നടന്ന കൊലപാതക ശ്രമത്തിലും പാർട്ടി പ്രവർത്തകർക്ക് കുത്തേറ്റതിലും പ്രതിഷേധിച്ച് CPM ഞായറാഴ്ച പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. BJPയുടെ ആക്രമണത്തിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരെ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, KK രാമചന്ദ്രൻ MLA എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കൾ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു. ശനിയാഴ്ച രാത്രിയിലാണ് ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് 2 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുണ്ടായത്. ചെറുവാൾ മുഴുത്തട്ടിപ്പറമ്പിൽ വീട്ടിൽ 24 വയസ്സുള്ള അമൽ, കോവാത്ത് 27 വയസ്സുള്ള സുജിത്ത് എന്നിവരെയാണ് ചെറുവാൾ അയ്യഞ്ചിറ 62 വയസ്സുള്ള ശശിധരനാണ് കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നാലെ
പ്രതിയുടെ ബന്ധു അയ്യഞ്ചിറ ഷാജിയുടെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു. വീടിന്റെ ജനൽ ചില്ലുകളെല്ലാം തകർത്തിരുന്നു. 5 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവത്തിലും പുതുക്കാട് പോലീസ് ഞായറാഴ്ച കേസെടുത്തു. ആക്രമണം നടന്ന ഷാജിയുടെ വീട് തിങ്കളാഴ്ച BJP നേതാക്കൾ സന്ദർശിച്ചു. സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, AG രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ ഷാജിയുടെ വീട് സന്ദർശിച്ചത്. CPM ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി പൈലിംഗ് പ്രവൃത്തികൾ തിങ്കളാഴ്ച ആരംഭിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ സന്ദർശിച്ച് വിലയിരുത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, മുൻ പ്രസിഡന്റ് MR രഞ്ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിയ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയാണ് പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ 1ാം ഘട്ടം നിർമ്മാണം നടത്തുന്നത്. മിനി സിവിൽ സ്റ്റേഷന്റെ ഔപചാരികമായ നിർമ്മാണോദ്ഘാടനമൊക്കെ നടന്നു പോയതാണ്. ഇപ്പോൾ നമ്മൾ ചില പ്രാദേശിക ഇതിനകത്തുള്ള ചില ഫയലിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് ഇപ്പോൾ ഇന്നു മുതൽ ഇവിടെ ഫയലിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 134 ഫയലിംഗ് വേണം. ഇവിടെ 10 കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ഇവിടെ നിർമ്മിക്കുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അൽജോ പുളിക്കൻ, EK സദാശിവൻ, ടെസി ഫ്രാൻസിസ്, അംഗങ്ങളായ ഷീല ജോർജ്, MR രഞ്ജിത്ത്, പോൾസൺ തെക്കുംപീടിക, ടെസി വിൽസൺ, സജിത രാജീവൻ, TK അസൈൻ, സതി സുധീർ, VK മുകുന്ദൻ, മിനി ഡെന്നി പനോക്കാരൻ, സെക്രട്ടറി KC ജിനീഷ് എന്നിവർ പ്രസംഗിച്ചു. വായനശാലകളിൽ പുസ്തകം വാങ്ങിയത് 4 വായനശാലകളുള്ളത്, 15 വായനശാലകൾ അലമാരകളാണ്. വായനശാലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സ്ഥാപനങ്ങൾ വായനശാലകളാണ്. ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ സ്പന്ദനമായുള്ള വായനശാലകൾ അത്തരത്തിൽ കടന്നു പോയി കാലഘട്ടത്തിൽ നിന്ന് നമുക്കറിയാം അന്യം നിന്ന് പോയി. ഇപ്പൊ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, നേരത്തെ പറഞ്ഞ പോലെ സ്ഥല സൗകര്യങ്ങളില്ല. അത്തരത്തിൽ നമ്മൾ വായനശാലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെമ്പോല പൊതിഞ്ഞ് നവീകരിച്ച വട്ടശ്രീകോവിലിന്റെ സമർപ്പണവും പ്രതിഷ്ഠാദിനാഘോഷവും നടന്നു. തന്ത്രി ഏറന്നൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി മഠത്തിലില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ദ്രവ്യകലശാഭിഷേകം, കുംഭാഭിഷേകം, ശ്രീഭൂതബലി, നവനിത് സനിലിന്റെ സോപാന സംഗീതം എന്നിവയുണ്ടായി. ശ്രീകോവിൽ സമർപ്പണ ചടങ്ങിൽ മുൻ മേൽശാന്തി മോഹനൻ എംബ്രാന്തിരി, ഭാഗവതാചാര്യൻ കാവനാട് രാമൻ നമ്പൂതിരി, ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് P. പ്രഭാകരൻ, സെക്രട്ടറി P. രാജീവ്, പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ K. നാരായണ മേനോൻ, കൺവീനർ PG ശിവൻകുട്ടി, P. ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. തലൂർ മില്ലേനിയം യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ കേരള സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ മേള സമാപിച്ചു. KK രാമചന്ദ്രൻ MLA സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ തട്ടേൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ISL ക്ലബ്ബ് ഈസ്റ്റ് ബംഗാൾ FC കോച്ച് ബിനോദ് ജോർജ്, കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് TG പുരുഷോത്തമൻ, ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ, ഫാദർ സിബി വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. വനന്തരപ്പള്ളിയിൽ LDF-ൽ CPM പോര്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള LDF കൺവെൻഷൻ CPI വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റി ബഹിഷ്കരിച്ചു. LDF ശനിയാഴ്ച സംഘടിപ്പിച്ച കൺവെൻഷനിൽ നിന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നത് വലിയ ചർച്ചയായി. CPI തനിച്ചു ഞായറാഴ്ച മറ്റൊരു പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിക്കുകയും ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ LDF-ന്റെ ഭരണത്തിൽ മുന്നണി ധാരണകൾ ലംഘിച്ചുവെന്നാണ് CPI ആരോപണം. ധാരണ പ്രകാരം സ്ഥിരസമിതി സ്ഥാനം കേരള കോൺഗ്രസ് CPIക്ക് കൈമാറിയില്ലെന്നാണ് പ്രധാന ആരോപണം. CPIക്ക് സ്ഥാനം കൈമാറാതിരിക്കാൻ CPM-ന്റെ മൗനാനുവാദവും ഉണ്ടെന്നാണ് CPI നേതൃത്വത്തിന്റെ ആരോപണം.
നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടത് സംബന്ധിച്ച് CPI നേതൃത്വം വരന്തരപ്പള്ളി LDF കൺവീനർക്ക് കത്തു നൽകിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടായിരുന്നതോടെ മുന്നണി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് CPI തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിരുന്നു കൺവെൻഷൻ ബഹിഷ്കരണവും. കഴിഞ്ഞ 2 മാസത്തിനിടെ നടന്ന LDF പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി യോഗത്തിലും LDF കൺവെൻഷൻ ആലോചനാ യോഗത്തിലും CPI പങ്കെടുത്തില്ല. നേരത്തെ മുന്നണി മര്യാദയുടെ പേരിൽ CPI മത്സരിച്ചിരുന്ന ഇഞ്ചക്കുണ്ട് വാർഡ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയതാണെന്നും തെരഞ്ഞെടുപ്പ് ധാരണകൾ പാലിക്കാത്ത പക്ഷം ബഹിഷ്കരണം തുടരുമെന്നാണ് CPI വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നിലപാട്. എന്നാൽ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പാലപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ LDF കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. രണ്ടാം ഗവൺമെന്റിന്റെ ഒന്നാമത്തെ പരിഗണന ഉന്നത വിദ്യാഭ്യാസമാണ്. ഒന്നാം ഗവൺമെന്റിന്റെ ഒന്നാം പരിഗണനയായ പാശ്ചാത്യ വികസന രംഗം നമുക്കാണെങ്കിൽ പണമില്ല, കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാൻ തയ്യാറല്ല. അവിടെയാണ് കിഫ്ബി എന്ന സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വായ്പ വാങ്ങാനും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവർക്ക് സ്നേഹത്തോടെ സൗജന്യ ചായ നൽകുന്ന പദ്ധതി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, പഞ്ചായത്ത് അംഗം രാധ വിശ്വംഭരൻ, CDS ചെയർപേഴ്സൺ സരിത തിലകൻ, വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം 2ാം വാർഡ് മഹാത്മാ കുടുംബ സംഗമം AICC അംഗം രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സിൻഡോ ആന്റണി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, സോമൻ മുത്രത്തിക്കര, PP ചന്ദ്രൻ, സിജോ ആന്റണി, സ്റ്റാൻലോ ജോർജ്, ലിൻസൺ പല്ലൻ, തോബി തോട്ട്യാൻ, ആഞ്ചലോ പൊന്തോക്കൻ, വർഗീസ് തെക്കേത്തല, ജോളി ചുക്കിരി, KV കല്യാണി, ജോസ് തയ്യാലക്കൽ, ജോബി മധുരക്കറി എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. സാക്ഷികൾ നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ. മെയ് 14-ന് തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന LDF റാലിയും പൊതുയോഗവും വിജയിപ്പിക്കുന്നതിനായി കൊടകര പഞ്ചായത്തുതല കൺവെൻഷൻ CPM ചാലക്കുടി മണ്ഡലം കമ്മിറ്റി അംഗം KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KU വർഗീസ് അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, CM ബബീഷ്, KD അപ്പച്ചൻ, PM ഷാജു, അമ്പിളി സോമൻ എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയമെന്ന് പറയുന്നത് മറവിക്കെതിരായ ഓർമ്മപ്പെടുത്തലാണ്. എന്താ സ്ഥിതി? 9 വർഷം ഈ മന്ത്രിസഭ, പിണറായിയുടെ മന്ത്രിസഭ 2 പേർ പൂർത്തീകരിക്കുമ്പോൾ ഈ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം ഇങ്ങനെ ഇത്രയും വർദ്ധിച്ചൊരു കാലം നിങ്ങൾ എഴുതി വെച്ചോട്ടോ. കേരളത്തിന്റെ ചരിത്രം ഒരു 10-20 വർഷം കഴിയുമ്പോൾ. കടമ്പോട് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് പിയൂസ് സിറിയക് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ക്ലാസ് നയിച്ചു. സെക്രട്ടറി TD ശ്രീധരൻ, ട്രഷറർ KK ജോണി, രാജൻ അതിയാരത്ത്, അംഗൻവാടി വർക്കർ PV ഷാലി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മുൻകാലങ്ങളിൽ നമ്മൾ എങ്ങനെ കേൾക്കാം, അഫ്ഗാനിസ്ഥാനിൽ 10 കോടിയുടെ ലഹരി പിടിച്ചു, ഇറാനിൽ 10 കോടിയുടെ ലഹരി പിടിച്ചു, പിന്നീട് അത് നമ്മൾ പാകിസ്ഥാനിൽ ലഹരി പിടിച്ചു, കാശ്മീരിൽ ലഹരി പിടിച്ചു എന്നായി. പിന്നെ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു ചെന്നൈയിൽ ലഹരി പിടിച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് പ്രചോദനികേതൻ കോളേജിൽ ഇംഗ്ലീഷ്, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കൊമേഴ്സ്, ഫിസിയോളജി എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. 20-ന് രാവിലെ 9:30-ന് കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിലും ഉച്ചയ്ക്ക് 1:30-ന് ഇലക്ട്രോണിക്സ് വിഷയത്തിലും അഭിമുഖം നടക്കും. മെയ് 21-ന് രാവിലെ 9:30-ന് കൊമേഴ്സ് വിഷയത്തിലും ഉച്ചയ്ക്ക് 1:30-ന് ഇംഗ്ലീഷ് വിഷയത്തിലും മെയ് 22-ന് യഥാക്രമം സൈക്കോളജി വിഷയത്തിലും ഫിസിയോളജി എന്നീ വിഷയങ്ങളിലും അതിഥി അധ്യാപക അഭിമുഖം നടക്കും. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ അഭിമുഖത്തിന് കോളേജിൽ നേരിട്ട് ഹാജരാകണം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയുടെ ഓട്ടോപ്സി മുറി പൊളിച്ചു പണിയുന്നതിനാൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഓട്ടോപ്സി ചെയ്തത് നിർത്തിവച്ചിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,775 രൂപ, പവന് 70,200 രൂപ. കല്ലൂർ നായരങ്ങാടി ചക്കുംചാത്ത് വീട്ടിൽ ശങ്കരൻ നായർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഭാര്യ മാധവി. ജയപ്രകാശ്, യമുന, മഞ്ജു എന്നിവർ മക്കളും ബിനു, ഭക്തവത്സലൻ, ഭാർഗവൻ എന്നിവർ മരുമക്കളുമാണ്.
പുതുക്കാട് തെക്കേത്തുറവ് തയ്യിൽ പരേതനായ മാധവന്റെ ഭാര്യ തങ്കമണി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജയൻ, ഷീല, ഷീജ എന്നിവർ മക്കളും നിമ്മി, ബാബു, രാധാകൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് തൃശൂർ പൂരത്തിന്റെ വിളംബരം നടന്നു. ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡ് താൽക്കാലികമായി ടാർ ചെയ്തു. ഞായറാഴ്ച രാത്രിയിലാണ് ടാറിംഗ് നടത്തിയത്. ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെ 2 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ. വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി പൈലിംഗ് പ്രവൃത്തികൾ തിങ്കളാഴ്ച ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്തു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനായി. പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവർക്ക് സ്നേഹത്തോടെ സൗജന്യ ചായ നൽകുന്ന പദ്ധതി കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.